നമസ്കാരം. IPL 19 സീസൺ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആവേശം അലതല്ലുകയാണ്. ഈ സാഹചര്യത്തിൽ ടീമുകളുടെ പ്ലേ ഓഫ് ഭാവി പ്രവചിച്ച അശ്വിൻ രംഗത്തെത്തിയിരിക്കുന്നു. എപ്പോഴും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പൊതുവെ ആരാധകരുടെ പക്ഷം ചേർന്ന് താരങ്ങളെ വിമർശിച്ചാണ് ഇപ്പോൾ അശ്വിൻ എത്താറുള്ളത്. ഇന്ത്യൻ ടീമിലും IPLലും ഏറെ പരിചിതമായ അശ്വിന് ഇത്തരത്തിനെ കുറിച്ച് പറയാൻ വളരെയധികം തന്നെ അദ്ദേഹത്തിന്റെ പ്രാവർത്തികമായ ശൈലി സമ്മതിക്കുന്നു. ആരാധകരെ അമ്പരിപ്പിച്ചുകൊണ്ട് RCB പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കുമെന്നാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സാധ്യതകൾ വളരെ മങ്ങിയെന്നുമാണ് അശ്വിൻ തന്റെ വിശകലനത്തിൽ വ്യക്തമാക്കുന്നത്. പോയിന്റ് പട്ടികയിൽ കണക്കുകളും ടീമുകളുടെ നിലവിലെ ഫോമും മുൻനിർത്തി അശ്വിൻ ഈ നിഗമനത്തിലെത്തി. ലക്നൌ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും RCB കാഴ്ചവെച്ച പോരാട്ട വീര്യത്തെ അശ്വിൻ മാനോളം പുകഴ്ത്തി. ലക്നൌവിനെതിരായ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ RCB ഒരുപാട് പിന്നിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മത്സരത്തിലേക്ക് അവർ തിരിച്ചു വന്ന രീതി അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. എല്ലാ മേഖലകളിലും കൃത്യമായ സന്തുലിതാവസ്ഥയുള്ള ടീമാണ് RCB. അവരുടെ ദിവസം ഏത് കരുത്തവരെയും വീഴ്ത്താൻ അവർക്ക് കെൽപ്പുണ്ട്. ഞാൻ ഇപ്പോഴും RCBക്കൊപ്പമാണ്. അവർ പ്ലേ ഓഫ് യോഗ്യത നേടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ലെന്ന് അശ്വിൻ കൂട്ടിച്ചേർത്തു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളെക്കുറിച്ച് അശ്വിൻ പങ്കുവച്ച ആശങ്കകൾ ആരാധകരെ നിരാശയിലാക്കുന്നു. SRH അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദും RCBയും പ്ലേ ഓഫിൽ ഇടം പിടിക്കുമെന്ന് ഏകദേശം ഉറപ്പായ മട്ടാണ്. ബാക്കിയുള്ള 2 സ്ഥാനങ്ങൾക്കായി ഗുജറാത്ത് ടൈറ്റൻസ് അതായത് GT, അതുപോലെ RR അതായത് രാജസ്ഥാൻ റോയൽസ്, പഞ്ചാബ് കിങ്സ് അതായത് PBKS എന്നീ ടീമുകൾ തമ്മിലാകും പ്രധാന പോരാട്ടം നടക്കുക എന്ന് അശ്വിൻ പറയുന്നു. ചെന്നൈക്ക് പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ അവർക്ക് ജയിക്കേണ്ടതായി വരും. അവിടെ തെറ്റുകൾ ഒട്ടും സ്ഥാനമില്ല. തുടർച്ചയായി 4 മത്സരങ്ങൾ ജയിക്കുക എന്നത് ഏതൊരു ടീമിനും വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ചെന്നൈയുടെ സാധ്യതകൾ വളരെ കുറവാണെന്ന് അശ്വിൻ വ്യക്തമാക്കുന്നത്. സഞ്ജു സാംസന്റെ വെടിക്കെട്ട ബാറ്റിംഗും ഋതുരാജ് ഗെയ്ക്വാദിന്റെ നായകത്വവും ചെന്നൈക്ക് കരുത്തു പകരുന്നുണ്ടെങ്കിലും പരിക്കുകൾ അലട്ടുന്ന ടീം അച്ചടക്കത്തോടെ മുന്നേറേണ്ടതുണ്ട്. ചെന്നൈക്ക് ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളെല്ലാം തന്നെ നോക്കൌട്ട് ഫൈനലുകൾക്ക് തുല്യമാണ്. അശ്വിന്റെ പ്രവചനം തെറ്റിച്ചുകൊണ്ട് സഞ്ജുവും സംഘവും പ്ലേ ഓഫിലേക്ക് കുതിക്കുമോ അതോ RCB തന്നെ കരുത്തു തെളിയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഏറ്റവും വലിയ കുന്തമുനയായി ഇപ്പോൾ സഞ്ജു സാംസൺ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് നന്നായി അറിയാം. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും നടക്കുന്നത്. നാളെ നടക്കാൻ പോകുന്ന ലക്നൌവിനെതിരായ മത്സരത്തിൽ സഞ്ജു കളിച്ചാലേ ചെന്നൈ സൂപ്പർ കിങ്സിന് മികച്ച റൺ റേറ്റുള്ള വിജയം സ്വന്തമാക്കാൻ സാധിക്കൂ. റൺ റേറ്റ് അത്യാവശ്യമാണ്. IPL 19 സീസണിൽ പ്ലേ ഓഫ് പോരാട്ടത്തിൽ അതിന്റെ പാരമ്പര്യത്തിൽ തന്നെ നിൽക്കവേ ചെന്നൈ സൂപ്പർ കിങ്സിന് വരാനിരിക്കുന്ന ലക്നൌവിനെതിരായ മത്സരങ്ങൾ അതിനിർണായകമാണ്. ടോപ്പ് 2-ൽ ഇടം പിടിക്കണമെങ്കിൽ ചെന്നൈക്ക് ഈ മത്സരങ്ങൾ വിജയിച്ചേ തീരൂ. എന്നാൽ RCBയെ തകർത്ത് കരുത്തു കാട്ടിയ ലക്നൌവിനെ വീഴ്ത്താൻ ചെന്നൈ ചില പ്രത്യേക തന്ത്രങ്ങൾ മെനയേണ്ടതായി ഉണ്ടെന്നും ക്രിക്കറ്റ് ലോകത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ടോസ് ജയിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുക. ഈ വൈകുന്നേരത്തെ മത്സരത്തിൽ ടോസ് നിർണായകമാണ്. ചെന്നൈ ടോസ് നയിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുകയാകും കൂടുതൽ ഉചിതമെന്ന് വിദഗ്ധർ പറയുന്നു.